നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഒരു രഹസ്യം കേൾക്കാൻ തയ്യാറാണോ? ബുദ്ധന്റെ ജ്ഞാനദീപ്തിയിൽ നിന്നുയർന്നുവരുന്ന ഒരു സ്ത്രീയെ ഉത്തമയാക്കുന്ന 8 അത്ഭുത ലക്ഷണങ്ങൾ. ഇത് കേട്ടാൽ നിങ്ങളുടെ ഹൃദയം തുറക്കപ്പെടും, ജീവിതം പുതിയ വെളിച്ചത്തിൽ കാണും. നിർത്താതെ കേൾക്കാൻ തോന്നുന്ന ഈ കഥയിൽ മുങ്ങിത്താഴ്ന്നോളൂ. സ്വാഗതം, ഹൃദയപൂർവ്വം സ്വാഗതം ഈ ചാനലിലേക്ക്. ബുദ്ധന്റെ അനശ്വര ഉപദേശങ്ങൾ നിങ്ങളിലേക്കെത്തിക്കുന്ന ഈ ആത്മീയ യാത്രയിലേക്ക്. ഇവിടെ പുരാതന ജ്ഞാനം ആധുനിക ജീവിതത്തോട് ചേർത്ത് വയ്ക്കുന്നു നമ്മൾ. ആദ്യമായി വരുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യൂ. കാരണം ഇത്തരം ആഴമേറിയ കഥകൾ നിങ്ങളെ കാത്തിരിക്കുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബുദ്ധദർശനത്തിലെ ഒരു പ്രധാന പാഠമാണ്. ഉത്തമ സ്ത്രീയുടെ 8 ലക്ഷണങ്ങൾ. ഈ ലക്ഷണങ്ങൾ കേവലം വാക്കുകളല്ല, ജീവിതത്തിൻ്റെ സാരാംശം, സ്ത്രീത്വത്തിൻ്റെ ദിവ്യത്വം. ബുദ്ധന്റെ ശബ്ദത്തിൽ, ധർമ്മത്തിൻ്റെ മധുരഗീതത്തിൽ നമുക്ക് യാത്ര ആരംഭിക്കാം. കഥയുടെ തുടക്കം തിരിച്ചറിയാം. പണ്ട് ഗൗതമബുദ്ധൻ തൻ്റെ ശിഷ്യഗണങ്ങളോടൊപ്പം ശ്രാവസ്തിയിലെ ജേതവനത്തിൽ വിശ്രമിക്കവേ ഒരു യുവതി അദ്ദേഹത്തിൻ്റെ മുൻപിൽ വന്നു. അവളുടെ കണ്ണുകളിൽ ജിജ്ഞാസയുണ്ട്. സ്വാമി, ഒരു സ്ത്രീ എങ്ങനെ ഉത്തമയാകും? ജീവിതത്തിൻ്റെ പൂർണ്ണത എങ്ങനെ നേടും എന്നവൾ ചോദിച്ചു. ബുദ്ധന്റെ മുഖത്ത് ഒരു മന്ദഹാസം വിരിഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ധർമ്മത്തിൽ സ്ത്രീകൾക്ക് 8 മഹത്തായ ഗുണങ്ങളുണ്ട്. അവയാണ് ഉത്തമത്വത്തിൻ്റെ താക്കോൽ. അങ്ങനെ ആ യുവതിയുടെ ചോദ്യത്തിലൂടെ ലോകത്തിന് ലഭിച്ചു ഈ അമൂല്യജ്ഞാനം. നമുക്ക് ഓരോന്നും ആഴത്തിൽ പരിശോധിക്കാം, കഥകളിലൂടെ, ഉദാഹരണങ്ങളിലൂടെ, ആധുനിക ജീവിതത്തോട് ചേർത്ത്. ആദ്യ ലക്ഷണം, കാമത്തിൻ്റെ വശീകരണത്തിന് വശപ്പെടാതിരിക്കുക. ഈ ഗുണം സ്ത്രീയെ സ്വതന്ത്രയാക്കുന്നു, മനസ്സിനെ ശുദ്ധമാക്കുന്നു. ഓർക്കുക, ഒരു പുരാതന കഥ. ഒരു രാജകുമാരി സൗന്ദര്യത്തിൻ്റെ മോഹത്തിൽ വീണു. പക്ഷേ ബുദ്ധന്റെ ഉപദേശത്താൽ അവൾ കാമത്തെ ജയിച്ചു. അവൾ പറഞ്ഞു, കാമം ഒരു തീയാണ്, അത് കെടുത്തിയാൽ മാത്രം ശാന്തി. ഇന്നത്തെ ലോകത്ത് സോഷ്യൽ മീഡിയയുടെ മായാജാലത്തിൽ ഈ ഗുണം നമ്മെ സംരക്ഷിക്കുന്നു. ഒരു സ്ത്രീ കാമത്തിൻ്റെ ചങ്ങലകൾ അറുത്താൽ അവളുടെ ഹൃദയം പൂർണ്ണമാകുന്നു, ജീവിതം ധന്യമാകുന്നു. ഇതെങ്ങനെ പ്രയോഗിക്കാം? ദിനചര്യയിൽ ധ്യാനം ചേർത്ത് മനസ്സിനെ നിയന്ത്രിക്കുക. ഈ ഗുണം സ്ത്രീത്വത്തിൻ്റെ ശക്തിയാണ്, അന്തസ്സാണ്. രണ്ടാമത്തെ ലക്ഷണം, എല്ലാ ജീവികളെയും അസൂയയില്ലാതെ സ്വന്തം മക്കളെപ്പോലെ തുല്യമായി കാണാനുള്ള കഴിവ്. ഈ തുല്യദൃഷ്ടി ഹൃദയത്തിൻ്റെ വിശാലതയാണ്. ബുദ്ധകാലത്ത് ഒരു സാധാരണ ഗ്രാമവാസിനി തൻ്റെ അയൽവാസികളോട് അസൂയ കൊണ്ടു. പക്ഷേ ധർമ്മം കേട്ടപ്പോൾ അവൾ എല്ലാവരെയും മക്കളെപ്പോലെ സ്നേഹിച്ചു. അവളുടെ ഗ്രാമം സ്വർഗമായി മാറി. ഇന്ന് കുടുംബത്തിലും ജോലിസ്ഥലത്തും അസൂയയെ മാറ്റി തുല്യത കൊണ്ടുവരുമ്പോൾ ബന്ധങ്ങൾ ദൃഢമാകുന്നു. ഈ ഗുണം സ്ത്രീയെ മഹാസമുദ്രമാക്കുന്നു, എല്ലാവരെയും ഉൾക്കൊള്ളുന്നു. നമുക്ക് ചിന്തിക്കാം, ഒരു മാതാവിൻ്റെ സ്നേഹം പോലെ ലോകത്തോട് വ്യാപിക്കുമ്പോൾ എന്തൊരനുഗ്രഹം. മൂന്നാമത്തെ ഗുണം, സഹാനുഭൂതിയും മാതൃത്വപരമായ ദയയും ഉണ്ടായിരിക്കുക. ഈ ദയ ഹൃദയത്തിൻ്റെ മധുരം. ഒരു കഥയുണ്ട്. ബുദ്ധന്റെ ശിഷ്യയായ ഒരു ഭിക്ഷുണി യാചകരോട് ദയ കാണിച്ചു, അവരെ സ്വന്തം മക്കളെപ്പോലെ പരിചരിച്ചു. അവളുടെ ജീവിതം ഒരു പ്രചോദനമായി. ആധുനിക കാലത്ത് ഒരു നഴ്സോ അധ്യാപികയോ ഈ ദയയോടെ പ്രവർത്തിക്കുമ്പോൾ ലോകം മാറുന്നു. ഈ ലക്ഷണം സ്ത്രീയെ ദിവ്യമാക്കുന്നു. കാരണം ദയയാണ് ധർമ്മത്തിൻ്റെ മൂലം. പ്രതിദിനം ചെറിയ ദയാപ്രവർത്തികൾ ചെയ്ത് ഈ ഗുണം വളർത്താം. നാലാമത്തെ ലക്ഷണം, വൃഥ സംസാരിക്കാതിരിക്കുക. ഈ മൗനം മനസ്സിൻ്റെ ശക്തിയാണ്. പുരാതന കാലത്ത് ഒരു രാജ്ഞി അനാവശ്യ വാക്കുകളാൽ പ്രശ്നങ്ങളുണ്ടാക്കി. പക്ഷേ ബുദ്ധോപദേശത്താൽ അവൾ മൗനത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി. അവളുടെ രാജ്യം ശാന്തമായി. ഇന്ന് സംഭാഷണങ്ങളിൽ ആവശ്യമുള്ളത് മാത്രം പറയുമ്പോൾ ബന്ധങ്ങൾ ശക്തിപ്പെടുന്നു. ഈ ഗുണം സ്ത്രീയെ ജ്ഞാനിയാക്കുന്നു. കാരണം മൗനമാണ് ജ്ഞാനത്തിൻ്റെ വാതിൽ. അഞ്ചാമത്തെ ഗുണം, സത്യം സംസാരിക്കുക. ഈ സത്യനിഷ്ഠ ജീവിതത്തിൻ്റെ അടിത്തറ. ഒരു വ്യാപാരിണിയുടെ കഥയുണ്ട്. അവൾ നുണകൾ പറഞ്ഞു. പക്ഷേ ധർമ്മം കേട്ടപ്പോൾ അവൾ സത്യത്തിൻ്റെ പാത തിരഞ്ഞെടുത്തു. അവളുടെ ജീവിതം വിജയമായി. ആധുനിക ലോകത്ത്
ബിസിനസ്സിലോ കുടുംബത്തിലോ സത്യം പറയുമ്പോൾ വിശ്വാസം വർദ്ധിക്കുന്നു. ഈ ലക്ഷണം സ്ത്രീയെ ധീരയാക്കുന്നു, കാരണം സത്യമാണ് മോക്ഷത്തിന്റെ മാർഗം. 6ാമത്തെ ലക്ഷണം, തെറ്റായ ദർശനങ്ങൾ കുറവുണ്ടായിരിക്കുക. ഈ ശുദ്ധദൃഷ്ടി മനസ്സിന്റെ വെളിച്ചമാണ്. ബുദ്ധകാലത്ത് ഒരു യുവതി അന്ധവിശ്വാസങ്ങളിൽ മുങ്ങി, പക്ഷേ ഉപദേശത്താൽ അവൾ ശരിയായ ദർശനം നേടി. അവളുടെ ജീവിതം പ്രകാശമാനമായി. ഇന്ന് വിജ്ഞാനത്തിലൂടെ തെറ്റുകൾ മാറ്റുമ്പോൾ തീരുമാനങ്ങൾ മെച്ചപ്പെടുന്നു. ഈ ഗുണം സ്ത്രീയെ വിവേകിയാക്കുന്നു, കാരണം ശുദ്ധദൃഷ്ടിയാണ് നിർവ്വാണത്തിന്റെ ആദ്യപടി. 7ാമത്തെ ലക്ഷണം, യുക്തമായ ബുദ്ധിശക്തി ഉണ്ടായിരിക്കുക. ഈ ബുദ്ധി ജീവിതത്തിന്റെ നാവിഗേറ്ററാണ്. ഒരു ഗ്രാമപ്രമുഖിയുടെ ഭാര്യ ബുദ്ധിമുട്ടുകളെ ബുദ്ധിയോടെ നേരിട്ടു, ഗ്രാമത്തെ രക്ഷിച്ചു. അവളുടെ കഥ പ്രചോദനം. ആധുനികതയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ ബുദ്ധി അനിവാര്യമാണ്. ഈ ലക്ഷണം സ്ത്രീയെ നേതാവാക്കുന്നു, കാരണം ബുദ്ധിയാണ് വിജയത്തിന്റെ രഹസ്യം. അവസാന ലക്ഷണം, നല്ല മക്കളെ പ്രസവിക്കുക. ഈ മാതൃത്വം ജീവിതത്തിന്റെ പൂർത്തീകരണം. ബുദ്ധന്റെ അമ്മ മായാദേവി പോലെ നല്ല സന്തതികളെ ജനിപ്പിക്കുന്നത് ലോകത്തിന് അനുഗ്രഹമാണ്. ഇന്ന് മാതാക്കൾ നല്ല മൂല്യങ്ങൾ പകർന്നാൽ സമൂഹം ഉന്നതമാകുന്നു. ഈ ഗുണം സ്ത്രീയെ സ്രഷ്ടാവാക്കുന്നു, കാരണം മക്കളാണ് ഭാവിയുടെ വിത്തുകൾ. ഈ 8 ലക്ഷണങ്ങൾ ബുദ്ധന്റെ ധർമ്മത്തിന്റെ സാരമാണ്. അവയെ ജീവിതത്തിൽ ഉൾക്കൊണ്ടാൽ ഒരു സ്ത്രീ ഉത്തമയാകുന്നു, ലോകം മാറുന്നു. പ്രിയരെ, ഈ യാത്ര ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റിൽ നിങ്ങളുടെ ചിന്തകൾ പങ്കുവയ്ക്കൂ. കൂടുതൽ ആത്മീയ കഥകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ. നമസ്കാരം, ശുഭദിനം.